ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാട്ടർമെലൺ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് ഈ ചൂടുകാലത്തൊരു വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തണ്ണിമത്തനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തണ്ണിമത്തനൊന്ന് ചെറിയ പീസസ് ആക്കി എടുക്കണം. ചെറിയ പീസസ് ആക്കി എടുത്താണ് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തണ്ണിമത്തനെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തണ്ണിമത്തനെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാൻ അതാ ഇവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഷേക്കാണിത്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്കൊരു റിഫ്രഷിങ് ആവുകയും ചെയ്യും ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.